ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പഴയ നിയമ പുസ്തകത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബിലെയാം. ദൈവത്തിന്റെ ഒരു ശ്രേഷ്ഠ വൃത്യനായിരുന്ന, ദൈവത്തിന്റെ അരുളപ്പാടുകളെ ജനത്തോട് അറിയിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം പറയുന്നതൊക്കെയും അതുപോലെ സംഭവിക്കുന്ന ഒരു കൃപ ദൈവം അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ചില വീഴ്ചകൾ സംഭവിക്കുകയും സ്വന്തം താല്പര്യവും സ്വന്തം തീരുമാനങ്ങളും എടുത്ത് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാതെ ഇരാൻ ദൈവത്തിന്റെ ദൂതൻ ഈ ബിലെയാമിനെ കൊല്ലുവാൻ തക്കവണ്ണം ബിലെയാം സഞ്ചരിക്കുന്ന പാതയിൽ ഒരുങ്ങി വാളുമായി നിന്നു. എന്നാൽ ബിലെയാമിന്റെ കഴുത ആ ദൂതനെ കാണുവാനും ആ വഴി വിട്ട് മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കുവാനും ഇടയായത് വേദപുസ്തകം പറയുന്നു. ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഇത്ര ശ്രേഷ്ഠമേറിയ ഒരു ദൈവത്തിന്റെ ദാസൻ, ചിലതൊക്കെ മുൻകൂട്ടി കാണുവാനും ചിലതൊക്കെ മുൻകൂട്ടി പ്രവചിക്കുവാനും കഴിവുള്ള ദാസൻ വഴി വിട്ട് സഞ്ചരിച്ചപ്പോൾ ചിലത് കാണാതെയായി. ദൈവത്തിന്റെ ദൂതനെ കണ്ടതോ മനുഷ്യർ തള്ളിക്കളയുന്ന ഒരു കഴുത. ആ കഴുതയെ പുച്ഛിക്കുന്ന മനുഷ്യർ അനേകരുണ്ട്. എങ്കിലും ആ കാഴ്ച കണ്ട് അത്രയും വലിയ ശ്രേഷ്ഠനായ ദൈവദാസനെ രക്ഷിച്ച കഴുതയാണ് ഇന്ന് നമ്മുടെ മുൻപിൽ. നമ്മുടെ കൂട്ടുകാരും പലരെയും നമ്മൾ ആക്ഷേപിക്കാം, ഈ ഒരു കഴുതയാണ്, നിന്നെ കൊണ്ടൊരു ഉപയോഗവുമില്ല. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ നിന്നെ താങ്ങുന്നത് ഈ പറഞ്ഞ കഴുതയായിരിക്കാം. അതുകൊണ്ട് ആരും സ്വയമേ വലിയവനെന്ന് അഹങ്കരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകളും വന്നേക്കാം. നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ ശ്രമിക്കുക. അവർ നമ്മുടെ കൂട്ടുകാരായതിനാൽ അവരെ നമ്മൾ സ്നേഹത്തോട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.